നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ഒരു പൈനാപ്പിൾ പുളിശ്ശേരിയാണ്. നമുക്ക് പുളിശ്ശേരിക്കായിട്ട് പൈനാപ്പിൾ ചെറുതായി മുറിച്ചെടുക്കാം. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർക്കാം. നമുക്കിനി ആവശ്യത്തിനുള്ള ഉപ്പും മഞ്ഞൾപ്പൊടി, കാശ്മീരി ചില്ലി പൗഡറും ചേർക്കാം. ഇതിലേക്ക് നമുക്ക് 2-3 പച്ചമുളക് കീറിയിടാം. അതുപോലെ തന്നെ ഒരു തണ്ട് കറിവേപ്പിലയും ചേർത്ത് നന്നായി വേവിച്ചെടുക്കാം. പൈനാപ്പിൾ വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് പുളിശ്ശേരിക്ക് ആവശ്യത്തിനുള്ള തൈര് തയ്യാറാക്കി എടുക്കാം. ഇതിലേക്ക് മഞ്ഞൾപ്പൊടിയും ലേശം ഉലുവ പൊടിയും കുരുമുളക് പൊടിയും ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കാം. നമ്മുടെ പൈനാപ്പിള് ഒരു 3/4 ഭാഗത്തോളം വെന്ത് വന്നിട്ടുണ്ട്. നമുക്ക് ഒരു 5 മിനിറ്റും കൂടെ ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കാം. ഇപ്പൊ നമ്മുടെ പൈനാപ്പിള് കറക്റ്റ് ആയിട്ട് വെന്ത് പാകമായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തയ്യാറാക്കി വെച്ചേക്കുന്ന തൈര് ചേർത്ത് ചെറുതായി ചൂടാക്കി എടുക്കാം. നമുക്ക് തൈര് ചേർത്തതിന് ശേഷം ചെറുതാക്കി ചൂടാക്കി എടുത്താൽ മാത്രം മതി. കാരണം അത് ഒരിക്കലും തിളച്ചു പോകാൻ പാടില്ല. നമുക്ക് ഈ പുളിശ്ശേരിയിലേക്ക് തേങ്ങ, പച്ചമുളക് ചേർത്ത് അരച്ചൊക്കെ ചേർക്കാം. ഞാൻ പക്ഷെ ഇവിടെ ഈസി ആയിട്ടുള്ള പുളിശ്ശേരിയാണ് കാണിച്ചത്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഇതിലേക്ക് തേങ്ങ അരച്ചതൊന്നും ചേർക്കാതിരുന്നത്. നമുക്കിനി കടുക് വറക്കാനായിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് ആവശ്യത്തിനുള്ള കടുക് ചേർത്ത് കൊടുക്കാം. ഉലുവ, ഉണക്കമുളക്, കറിവേപ്പില എന്നിവ ചേർത്ത് നന്നായിട്ട് നമുക്ക് കടുക് താളിച്ചെടുക്കാം. നമ്മുടെ പാകമായിരിക്കുന്ന പുളിശ്ശേരിയിലേക്ക് നമ്മുടെ കടുക് വറ ചേർത്ത് കൊടുക്കാം. അപ്പൊ നമ്മുടെ വളരെ ഈസിയും ടേസ്റ്റിയുമായിട്ടുള്ള പൈനാപ്പിൾ പുളിശ്ശേരി ഇവിടെ തയ്യാറായി കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവരുടെയും ഫീഡ്ബാക്ക് കമന്റ് വഴി അറിയിക്കുകയും വേണം. എല്ലാവർക്കും നമ്മുടെ പൈനാപ്പിൾ പുളിശ്ശേരിയുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പൊ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. നമുക്ക് വീണ്ടും മറ്റൊരു വീഡിയോയിലോട്ട് കാണും വരെ നന്ദി, നമസ്കാരം.